ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടി കുഞ്ഞാറ്റയുടെ സ്കൂളിലാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും കുഞ്ഞാറ്റയുടെ സ്കൂളിൽ എനിക്ക് എന്ത് ഡ്യൂട്ടി എന്നതേ കണ്ടോ, അവളവിടെ നിൽക്കുന്നുണ്ടോ. ഞാൻ അവളെയും കൊണ്ട് അവളുടെ സ്കൂളിൽ അവൾക്ക് നാളെ കലോത്സവത്തിൻ്റെ സ്റ്റിൽ മോഡൽ പ്രസൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. രാവിലെ ഒരു 9 മണിക്ക് വരണമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 9-9:30 കഴിഞ്ഞ് വന്നപ്പോൾ ഈ കുട്ടി ഇവളോടാണ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ മോഡൽ. ഇതെന്താണെന്ന് വെച്ചാൽ വേസ്റ്റൊക്കെ ബേൺ ചെയ്തിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റിൽ മോഡലാണ്. അതിൻ്റെ വർക്കിംഗ് മോഡലും ഉണ്ട് കേട്ടോ. അത് വേറെ കുട്ടികളാണ്. ഇവർ സ്റ്റിൽ മോഡലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അവരപ്പോൾ അതിൻ്റെ ചാർട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. വേറെയും കുറേ കുട്ടികളുണ്ട്. എല്ലാവർക്കും കുറേ വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലും ഒക്കെ ഉണ്ട്. ദൈവന്മാരെ കണ്ടോ, ഈ അടപ്പ് തന്നെ, ഈ ഒരു ബോക്സിൻ്റെ അടപ്പ് തന്നെ തുറക്കും എന്നൊക്കെയാണ് ഇവന്മാർ സെറ്റ് ചെയ്യുന്ന ഒരു വർക്കിംഗ് മോഡൽ. അവിടെ ടീച്ചേഴ്സൊക്കെ ഉണ്ട് കുട്ടികളെ സഹായിക്കാൻ. ടീച്ചർക്ക് വീഡിയോ പിടിക്കുന്നു, അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, എങ്ങനെ വേണം പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി ഗൈസ്. ഞാനിവിടെ നിന്ന് എനിക്ക് ഭയങ്കര ബോറടിയായി ഗൈസ്. അപ്പോഴത്തേക്ക് ഈ സാധനത്തിനകത്ത് ഈ പൈപ്പ് ഒരു സാധനം ഫിക്സ് ചെയ്യാനായിരുന്നു. അപ്പോൾ അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അവരുടെ സ്റ്റിൽ മോഡലിന്. അത് മേളത്തെ ക്ലാസ് റൂമിൽ നിന്ന് താഴത്തെ ക്ലാസ് റൂമിലോട്ട് പൊക്കിയെടുത്തുകൊണ്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ദൈവന്മാരാണ് പൊക്കിയെടുത്തുകൊണ്ടത്. തിരിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നത് അവനും ലക്ഷ്മിയും കൂടാണ്. അങ്ങനെ അതൊക്കെ തിരിച്ച് പിന്നെ മേളത്തെ ക്ലാസ് റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് മേളത്തെ ക്ലാസ് റൂമിൽ വെച്ച് ഫിക്സ് ചെയ്യുന്നത്? ബിക്കോസ് അവിടെ കറണ്ട് ഇല്ല ഗൈസ്. താഴത്തെ ക്ലാസ് റൂമിലാണ് എല്ലാം സെറ്റ് ചെയ്ത് മറ്റേ സ്വിച്ചൊക്കെ ഉള്ളത്. അങ്ങനെ താഴെ ഒന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് ടീച്ചറിനെ പറഞ്ഞൊക്കെ കേൾപ്പിച്ചു എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ. നന്നായിട്ട് അവർ രണ്ടും പ്രസൻറ്റ് ചെയ്തു. അവർ മാത്രമല്ല ബാക്കി കുട്ടികളൊക്കെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവരുടെ വർക്കിംഗ് മോഡൽ ഇതാണ്, അവർ ആ ചെയ്യുന്ന സ്റ്റിൽ മോഡലിൻ്റെ. അങ്ങനെ കുറേ നേരത്തെ അവിടുത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി ഗായ്സ്. എനിക്ക് വിശന്ന് തലവേദന വരെ എടുത്തു തുടങ്ങി. അപ്പോൾ നമ്മളെ തിരിച്ച് വിളിച്ചു. അപ്പോൾ അവൾ പോയപ്പോൾ എനിക്കിത് കൂട്ടിരുന്ന കുട്ടികളാണ്. അവിടെ ഇരുന്ന് അവരുടെ കഥയൊക്കെ കേട്ടു. അങ്ങനെ നേരെ പത്തനംതിട്ട പ്ലേറ്റുകളിൽ വന്നു ഫുഡ് കഴിക്കാൻ. അവിടെ ഞാൻ വന്നത് മറ്റേ ലോഡഡ് ഫ്രൈസ് കഴിക്കാനാണെങ്കിലും അവരെന്നോട് പറഞ്ഞു അവിടെ ലോഡഡ് ഫ്രൈസ് ഇല്ല, അൽഫാമും വേറെ എന്തോ ഉള്ളത്. അപ്പോൾ ഞാൻ അൽഫാം ഓർഡർ ചെയ്തു. അത് ഞാൻ നോക്കിയപ്പോൾ അവർ വേറൊരു ടേബിളിൽ ലോഡഡ് ഫ്രൈസ് കൊണ്ടുവന്ന് എൻ്റെ ചങ്ക് തകർന്നു ഗൈസ്. പിന്നെ അൽഫാമെങ്കിൽ അൽഫാം എന്ന് പറഞ്ഞ് ഞാനത് കഴിച്ചിട്ട് വീട്ടിൽ പോരുന്നു ഗൈസ്. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലെങ്കിൽ നല്ല തലവേദനയായിപ്പോയി ഗൈസ്. വീട്ടിൽ വന്ന് വിളക്കൊക്കെ കത്തിച്ച് കുളിച്ച് ഒരുങ്ങി ദീപാവലിയൊക്കെ സൂപ്പറാക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ ഡെഡായി. ഞാൻ കിടന്നിട്ട് ഇപ്പോഴാണ് എണീച്ചത്. കുളിച്ചതേ ഉള്ളൂ. കുളിച്ചപ്പോഴത്തേനും എല്ലാവരും വിളക്കൊക്കെ കത്തിച്ചു. ഇനിയിപ്പോൾ പടക്കൊക്കെ ഒന്നിച്ച് പൊട്ടിക്കാം. കാരണം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. തലവേദന കാരണം എനിക്ക് എണ്ണിക്കാൻ കൂടി വയ്യായിരുന്നു. അങ്ങനെ എനിക്ക് വിളക്കൊന്നും കത്തിക്കാൻ കൂടാൻ പറ്റിയില്ല. എന്നാൽ ഞാനിപ്പോൾ പടക്കം പഠിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവരും ദീപാവലിയൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. നോക്ക് ഗായ്സ്, അതിമനോഹരമായിട്ട് കത്തിച്ച് വെച്ചിട്ടില്ലേ. എനിക്കിതിൽ കൂടാൻ പറ്റാഞ്ഞതിൻ്റെ ഭയങ്കര സങ്കടം എനിക്കുണ്ട്. കത്തിക്കാനൊന്നും പറ്റിയില്ല. എല്ലാ വട്ടം കത്തിക്കാൻ ഞാൻ കൂടുന്നതായിരുന്നു. ഈ വട്ടം എൻ്റെ തലവേദന എന്നെ അതിന് സമ്മതിച്ചില്ല ഗായ്സ്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. തലവേദന മൊത്തത്തിൽ മാറിയില്ലെങ്കിലും ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, തലവേദനയ്ക്ക് ഒരു കുറവൊക്കെ. അങ്ങനെ ഞാൻ എണ്ണീറ്റ് വന്ന് വീഡിയോ ഒക്കെ പിടിച്ച് ദീപമൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത്. ഇനി നേരെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവാണ് ഗായ്സ്. ഞാൻ പടക്കം പൊട്ടിക്കില്ല, ബിക്കോസ് എനിക്ക് പടക്കം പേടിയാണ്. ഞാൻ പൂത്തിരിയോ വല്ലതൊക്കെ കത്തിക്കത്തുള്ളൂ. അങ്ങനെ നേരെ പടക്കം പൊട്ടി കർമ്മത്തിലോട്ട് കടന്നിരിക്കുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പടക്കം പൊട്ടിക്കൂല. അമ്മ എന്തോ പൂത്തിരി പോലെ സാധനമൊക്കെ കത്തിക്കുന്നു. കണ്ണനാണ് പടക്കം പൊട്ടിക്കുന്നതിൻ്റെ മെയിൻ അവിടെ. ഞാൻ പൂത്തിരി കത്തിച്ചു. ഇങ്ങനെ കുറച്ച് നേരം അത് കത്തിച്ചിങ്ങനെ കറക്കി കളിച്ചു. അതെനിക്കിഷ്ടമാണ്. പക്ഷേ വേറൊന്നും ഞാൻ ചെയ്യൂല. അതെല്ലാം എനിക്ക് പേടിയാണ്. കണ്ണനാണ് അതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പടക്കം അവൻ്റെ കയ്യിലിരുന്ന് പൊട്ടി ഗൈസ്. പക്ഷെ അവന് കുഴപ്പമൊന്നും പറ്റിയില്ല. കഴിഞ്ഞതിൻ്റെ അങ്ങേ വിട്ടു അവനിങ്ങനെ പൊട്ടിച്ചായിരുന്നു കയ്യിൽ വെച്ച് പൊട്ടിക്കുന്നതല്ല, അറിയാണ്ട് പൊട്ടുന്നതാണ്. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചു. പൂത്തിരിയും കമ്പിത്തിരി ഈ സാധനമൊക്കെ കത്തിച്ചു. എനിക്കിതിനൊന്നും പേരറിയത്തില്ല ക്ലിയറായിട്ട്. അങ്ങനെ അതൊക്കെ കത്തിച്ചു. അവൻ്റെ സന്തോഷം കണ്ടു. അത് കത്തിക്കുന്നതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ ഈ വട്ടത്തെ ദീപാവലി ഇങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് വിളക്കെത്തിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഒഴിച്ച് ബാക്കി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരും ദീപാവലിക്ക് ആഘോഷം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ, ലവ് യു ഗൈസ്.